ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ദുബായ് എന്നുള്ള നമ്മുടെ അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂർ എക്സ്പോ 2025 കാണാൻ പോയതിൻ്റെ കേട്ടോ. അതിലുണ്ടായ കുറച്ച് സംഭവങ്ങളും കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നമ്മൾ അന്ന് പോയത് എൻ്റെ കസിൻ്റെ കൂടെയാണ്. എനിക്ക് ദുബായിലൊരു കസിൻ ഉണ്ട്. അപ്പോൾ അവരുടെ ഫാമിലിയോടൊപ്പം നമ്മളും കൂടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ ഷോ തുടങ്ങിയിരുന്നു കേട്ടോ. ഒരു മ്യൂസിക്കൽ ഷോ വരുന്നുണ്ട്, പിന്നെ കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളുണ്ട്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ്. പിന്നെ ജുനുക്കുട്ടി അപ്പോഴേക്കും തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം പോയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ്. അന്ന് ഫ്രീ എൻട്രി ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. നമുക്ക് അങ്ങനെ എൻട്രി ഫീസൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾക്ക് പാർക്കിങ്ങിനൊന്നും അങ്ങനെ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നെത്തിയത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സ്റ്റോളുകളെല്ലാം കണ്ട് അപ്പോഴേക്കും തുടങ്ങിയിരുന്നു കേട്ടോ. ചെമ്മീൻ എന്ന് പറയുന്ന ബാൻഡിൻ്റെ ഒരു മ്യൂസിക്കൽ ഷോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളതിൽ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങളത് എൻജോയ് ചെയ്തു. നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. അന്ന് ഹോളിഡേയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ സ്പേസിലേക്കുള്ള എൻട്രി ഒക്കെ അപ്പോൾ തന്നെ ക്ലോസ് ആയിരുന്നു. എന്നാലും നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ശ്രമമൊക്കെ നടത്തി നോക്കി. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത്രയും ആൾക്കൂരട്ടായതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് അതൊരു ഇടങ്ങേറായതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് ബാക്കിലേക്ക് നിന്നിട്ട് തന്നെയാണ് ഷോവും ഫുള്ള് കാണാൻ ചെയ്തത്. പിന്നെ കുട്ടികളും അതിൽ കുഴപ്പമില്ലാതെ അവരും അത് എൻജോയ് ചെയ്യണം കേട്ടോ. ചെറിയ ഷോക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് മെല്ലെ ഞങ്ങൾ തിരിക്കാൻ നോക്കിയിട്ടോ. അപ്പോഴേക്കും ചുനിക്കുട്ടിക്കും എല്ലാവർക്കും വയ്യാണ്ടായിരുന്നു. അപ്പം ഇനി അധികം നേരം അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.